സർവശക്തനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഒരു കർത്താവുണ്ട്. ദൈവമായ കർത്താവ് നമുക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിറവേറ്റും. അബ്രഹാത്തോട് കർത്താവ് പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ഈ വാഗ്ദാനവും പേറി എത്ര നാളാണ് കാത്തിരുന്നത്. സ്നേഹമുള്ളവരെ, മടുത്തുപോയി എന്ന ചിന്തകളിലേക്ക് കടന്നു വരാതെ, നിരാശയിലേക്ക് താണുപോകാതെ, പ്രത്യാശയോടെ പ്രാർത്ഥനയിൽ നാം കാത്തിരിക്കണം. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. സ്നേഹമുള്ളവരെ, ഏതു പ്രശ്നത്തിനും പരിഹാരം ദൈവസന്നിധിയിൽ ഉണ്ട്. ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം പ്രശ്നത്തെ നാം കൈകാര്യം ചെയ്യണം. ജീവിതത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടമല്ല നമുക്ക് വേണ്ടത്. ദൈവത്തിന്റെ തീരുമാനത്തിനു വേണ്ടി വഴങ്ങിക്കൊടുക്കുകയും മാനുഷികമായ തീരുമാനത്തെ മാറ്റി നിർത്തി അന്തിമമായ തീരുമാനത്തിനു വേണ്ടി കർത്താവിന്റെ അടുക്കൽ കടന്നു ചെല്ലുകയും ചെയ്യണം. ആകുലപ്പെടുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും നീട്ടുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് തിരുവചനം നമ്മോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് നിരാശയെ മാറ്റുവാൻ, ഭയത്തെ മാറ്റി നിർത്തുവാൻ, നമ്മുടെ സങ്കടങ്ങൾ പറയുവാൻ നമുക്ക് പ്രാർത്ഥനകൾ തുടങ്ങാം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുമ്പോൾ ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും മറികടക്കുവാൻ കർത്താവ് ശക്തി നൽകുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ഉത്തരമുണ്ട്. നമ്മുടെ ഏതാവശ്യവും അവിടുന്ന് നിറവേറ്റും. നമ്മോടുള്ള വാഗ്ദത്തങ്ങളെ അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയുകയില്ല. അവിടുന്ന് നമ്മെ മാനിക്കും, നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ പ്രാർത്ഥനകളെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാകും. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തീർത്തുകില്ല എൻ വാഗ്ദത്തങ്ങൾ. തളർത്തുകില്ല, താഴ്ത്തുകില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തീർത്തുകില്ല എൻ വാഗ്ദത്തങ്ങൾ. തളർത്തുകില്ല, താഴ്ത്തുകില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു നാളും നമ്മെ തള്ളിക്കളയാത്ത നമ്മുടെ കർത്താവായ യേശു, അവിടുന്ന് നമ്മെ ഉയർത്തി മാനിക്കുന്ന ദിവസങ്ങൾ കടന്നു വരുന്നു. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ സകല പ്രാർത്ഥനകളും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കാം. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഓ എൻ്റെ യേശുവേ, ഓർത്തിടുമേ, പിന്നെ ഉയർത്തിടുമേ, നിറച്ചിടുമേ നിൻ മഹത്വത്താലേ. തുറന്നിടുമേ, പിന്നെ നടത്തിടുമേ, പുലർത്തിടുമേ നിൻ മഹത്വത്താലേ. ഓർത്തിടുമേ, പിന്നെ
ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തേജസ്സിൽ വാഴുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ യേശുവേ, ഇന്ന് എൻ്റെ കുടുംബത്തെ ഞാനിതാ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഒക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയപ്പനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ. ഓടിയിടുമേ, പിന്നെ പറന്നിടുമേ, മറഞ്ഞിടുമേ ആ മാർവിടത്തിൽ. മഹിമയോടെ ആ തേജസ്സോടെ വാണിടുമേ നിത്യകാലവും. ഹല്ലേലൂയ. ഓടിയിടുമേ, പിന്നെ പറന്നിടുമേ, മറഞ്ഞിടുമേ ആ മാർവിടത്തിൽ. മഹിമയോടെ ആ തേജസ്സോടെ വാണിടുമേ നിത്യകാലവും. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഓ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ, അങ്ങേക്ക് മഹത്വം നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തിരുത്തുകില്ല എൻ വാഗ്ദത്തങ്ങൾ. തളർത്തുകില്ല, താഴ്ത്തുകില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. ഓ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശു. അങ്ങേക്ക് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവേ. ഓ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ഇന്ന് നാം സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.